KS ഫണ്ട് എന്താണെന്നറിയോ? പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ടോ ദേശീയ പ്രതിരോധ ഫണ്ടോ എന്താണെന്നറിയോ? കോവിഡ് പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായുള്ള ജീവകാരുണ്യ നിധിയാണ് PM-KS. പ്രകൃതി ദുരന്തം, അപകടം, കലാപം എന്നിവ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ദുരിതാശ്വാസ നിധി. സൈനിക അർദ്ധസൈനിക അംഗങ്ങളുടെ ക്ഷേമത്തിനും കുടുംബങ്ങളെ സഹായിക്കുന്നതിനുമാണ് ദേശീയ പ്രതിരോധ നിധി. പൗരന്മാരും വ്യവസായികളും സ്ഥാപനങ്ങളും ഒക്കെ കോടിക്കണക്കിന് രൂപ നൽകുന്ന ഇതിൻ്റെയൊക്കെ കണക്കുകൾ ജനങ്ങൾ അറിയേണ്ടതല്ലേ? പക്ഷെ ജനങ്ങളെയോ പാർലമെന്റിനെയോ ഇതൊന്നും ബോധിപ്പിക്കാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലക്കുമായി എത്തിയിരിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ലോക്സഭയിൽ അനുവദിക്കേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം. പൊതുജനങ്ങളിൽ നിന്ന് നേരിട്ടാണ് ഈ ഫണ്ടുകളിലേക്ക് തുക സമാഹരിക്കുന്നതെന്നും അത് സർക്കാരിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലല്ലാത്തതുകൊണ്ട് 3 ഫണ്ടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും അനുവദനീയമല്ല എന്നുമാണ് നിലപാട്. 2022-23 വർഷത്തെ വരവ് ചെലവ് കണക്ക് മാത്രമാണ് PM-KS ഫണ്ടിന്റെ വെബ്സൈറ്റിലുള്ളത്. ഇതനുസരിച്ച് 2023 മാർച്ചിൽ 6283.7 കോടി രൂപയുണ്ടായിരുന്നു. ആര് തന്നു, ആർക്ക് കൊടുത്തു എന്നൊക്കെ BJP സർക്കാർ അല്ലാതെ മറ്റാരെയും അറിയിക്കാതിരിക്കാനാണ് നീക്കം. പാർലമെന്റും ജനങ്ങളും അറിയാതെ പല കാര്യങ്ങളും ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ഓർമ്മയില്ലേ? അന്നും ഇതേ നിലപാട് തന്നെയായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ കർശനമായ ഇടപെടലിൽ അത് പുറത്തുവിടേണ്ടി വന്നു. സംഭാവനകളിൽ സിംഹഭാഗവും ലഭിച്ചത് BJPക്കായിരുന്നു. വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർക്ക് വമ്പൻ കരാറുകൾ ലഭിക്കുന്നതും അവരുടെ പേരിലുള്ള അഴിമതി മാഞ്ഞു പോകുന്നതുമായ നീക്കുപോക്കുകൾ കണ്ട് രാജ്യം നടുങ്ങിയത്. പണി തീരും മുമ്പേ തകർന്ന ദേശീയപാതകൾ, പാലങ്ങൾ, വാട്ടർ ടാങ്കുകൾ, അതിസമ്പന്നരുടെ തട്ടിക്കൂട്ട് കമ്പനികൾ, ഓഹരി വിപണിയിലെ അട്ടിമറികൾ. ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇനി നഷ്ടപ്പെട്ട ഫോൺ വീണ്ടെടുക്കാം, തട്ടിപ്പ് നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി എന്തൊക്കെ പരസ്യങ്ങളുമായിട്ടാണ് സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാധ്യ ആപ്പ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ സ്ഥാപിക്കാനുള്ള ഉത്തരവ് നവംബറിൽ ഇറക്കിയത്. പക്ഷെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും ആപ്പിന്റെ ഉടമയായ സർക്കാരിനറിയാം. പ്രതിപക്ഷ നേതാക്കളെയും വിമർശകരെയും ലക്ഷ്യമിട്ട പെഗാസസ് സ്റ്റാർ സോഫ്റ്റ്വെയറിന്റെ വിപുലമായ പതിപ്പാണിതെന്ന ആരോപണം പോലും ഉയർന്നു. ഉപയോക്താക്കളെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ ഫോൺ കമ്പനികളും നിയമയുദ്ധത്തിനിറങ്ങുമെന്നതായതോടെ പിൻവലിക്കേണ്ടി വന്നു. വിവരാവകാശ പാർലമെന്റ് വിലക്കുകളിലൂടെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഒഴിവാക്കിയ പിന്നെ അവിടെ ജനാധിപത്യമില്ല. ജനങ്ങളോടും പാർലമെന്റിനോടും മറച്ചുവെക്കുന്ന വിവരങ്ങൾ, സമ്പത്ത്, സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രതിപക്ഷ നേതാക്കളുടെയും വിമർശകരുടെയും കാര്യത്തിൽ മാത്രം റെയ്ഡിനിറങ്ങുന്ന അന്വേഷണ ഏജൻസികൾ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഏർപ്പെടുത്തുന്ന വിലക്ക്, വിവരാവകാശ നിയമത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള നീക്കം, ചർച്ചയില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനുള്ള കുറുക്കുവഴികൾ, പാർലമെന്റിൽ പോലും വിശദീകരിക്കാത്ത അന്തർദേശീയ കരാറുകൾ തുടങ്ങിയവയൊക്കെ സാധാരണമായ കാര്യമാറാണ്. ഇത്തരം സുതാര്യതയില്ലായ്മയും അഴിമതികളും അന്തിമമായി ജനാധിപത്യത്തിന്റെ കുതികാൽ വെട്ടുന്നതാണ്.